നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 14 ശനി 2024 വാർത്തകളിലേക്ക്. ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും നടൻ അല്ലു അർജുൻ ഇന്നലെ ജയിൽ മോചിതനായില്ല. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയെങ്കിലും ഇന്നലെ ജയിൽ മോചിതനാകാനായില്ല. കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചായിരുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ജഡ്ജി ഒപ്പിട്ട ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഇന്നലെ രാത്രി വൈകി വരെയും ജയിലിൽ എത്താതിനെ തുടർന്ന് ഇന്നലെ ജയിൽ മോചനം സാധ്യമാകില്ലെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കോടതി ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും അല്ലുവിന്റെ മോചനം. അതേസമയം ജയിലിന് പുറത്ത് അല്ലു അർജുന്റെ ആരാധകർ പ്രതിഷേധിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ. 2019 രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേന്ദ്രം തുക ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്ത് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരത്ത് ഇനി സിനിമയുടെ രാപ്പകലുകൾ. ഡിസംബർ 20 വരെയാണ് ചലച്ചിത്രമേള. 15 സ്ക്രീനുകളിലായി 177 സിനിമകളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശബാന ആസ്മി മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഹോങ്കോങ് സംവിധായ ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി. സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്നും ഉറപ്പു നൽകുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാലക്കാട് പനയമ്പാടത്ത് ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന. പോലീസും മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ചേർന്നാണ് പരിശോധന. അപകടശേഷം നാട്ടുകാർ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ കളക്ടറേറ്റ് ചേർന്ന പ്രത്യേക യോഗത്തിലാണ് സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനം ആയത്. പാലക്കാട് അപകടത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ. അശാസ്ത്രീയമായ നിർമ്മാണത്തിന് പരിഹാരം വേണമെന്നും ദുബായ് കുന്നിനും UP സ്കൂളിനും ഇടയിൽ അപകടം തുടർക്കഥയാണെന്നും അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിച്ച് വളവിൽ പുനർനിർമ്മാണം വേണമെന്നും കത്തിൽ MP ആവശ്യപ്പെട്ടു. പാലക്കാട് പനയമ്പാടത്തുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർമാരെ 2 ആഴ്ചയ്ക്ക് റിമാൻഡ് ചെയ്തു. വഴിക്കടവ് സ്വദേശി പ്രജീഷ്, കാസർഗോഡ് സ്വദേശി മഹീന്ദ്ര പ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. സിമന്റ് ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിനെതിരെ നരഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എതിരെ വന്ന ലോറി ഓടിച്ച വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെ നേരത്തെ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. അപകടം തനിക്ക് പറ്റിയ പിഴവാണെന്ന് പ്രജീഷ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കാഫർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് കോടതി. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കിയ അമ്പാടിമുക്ക് സഹാക്കൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ മനീഷ്, റെഡ് ബാറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അമൽ റാം, റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ്, പോരാളി ഷാജി, ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ കേസിൽ പ്രതി ചേർക്കാത്ത എന്തുകൊണ്ടെന്ന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രോസിക്യൂഷനോട് ആരാഞ്ഞു. വസ്ത്രദാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വിലയിരുത്തരുതെന്ന് ഹൈക്കോടതി. വസ്ത്രദാനത്തിന്റെ പേരിൽ കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ച മാവേലിക്കര കുടുംബം കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. വിവാഹമോചനം ആഘോഷിച്ച യുവതിയെ കുറ്റപ്പെടുത്തിയ കുടുംബ കോടതി നടപടിയെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ദിവസമായ ഡിസംബർ 30 ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം. നടിയെ ആക്രമിച്ച കേസിൽ നടപടിക്രമങ്ങൾ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ആവശ്യം വിചാരണ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയാതിരുന്നതിൽ എതിർപ്പില്ലെന്ന് അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നത്. വിചാരണ സമിതി തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നാണ് നടിയുടെ ആവശ്യം. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആധുനിക നിലവാരത്തിൽ ഒരുക്കിയ എറണാകുളം മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് 3 മണിക്കാണ് ചടങ്ങുകൾ. കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള 1.63 ഏക്കർ സ്ഥലത്ത് 72 കോടി രൂപ ചെലവിൽ 19,990 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 4 നിലകളിലാണ് മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ മകന് ഇരുചക്ര വാഹനം ഓടിക്കാൻ നൽകിയ മാതാവിനെതിരെ കേസെടുത്തു അയിരൂർ പോലീസ്. ഇതുകൂടാതെ കുട്ടി പ്രായപൂർത്തിയായാലും 25 വയസ്സിന് ശേഷം മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂവെന്നും വർക്കല സബ് RT ഓഫീസ് അധികൃതർ പറഞ്ഞു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കുട്ടികൾ വാഴൂർ പഞ്ചായത്തുകളിലെ പന്നി ഫാമുകളിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച ഫാമുകളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ രോഗബാധിത പ്രദേശമായി കണക്കാക്കും. സർക്കാർ മെഡിക്കൽ കോളേജിൽ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ നൂതന
CT സ്കാൻ പ്രവർത്തന സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഡിസംബർ 16 മുതൽ ട്രയൽ റണ്ണിന് ശേഷം പ്രവർത്തനം ആരംഭിക്കും. ഡോക്ടർക്ക് തത്സമയം അവയവങ്ങളുടെ പ്രവർത്തനം കണ്ട് രോഗനിർണയം നടത്തി റിപ്പോർട്ട് നൽകാൻ ഇതിലൂടെ സാധിക്കും. ന്യൂക്ലിയർ മെഡിസിനിൽ PG കോഴ്സ് ആരംഭിച്ച് ചികിത്സ വിപുലപ്പെടുത്താനാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മണിയാർ വൈദ്യുത പദ്ധതി കരാർ കാർബോറണ്ടം ഗ്രൂപ്പിന്റെ താൽപര്യത്തിന് അനുകൂലമായി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ വ്യവസായ മന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല. 30 വർഷത്തേക്കുള്ള BOT കരാറാണ് കാർബോറണ്ടം കമ്പനിക്ക് നൽകിയത്. കമ്പനി കരാർ നീട്ടി നൽകുന്നത് അഴിമതിയാണ്. ഡിസംബർ 12, 13 തീയതികളിൽ ശബരിമലയിൽ പെയ്തത് ഈ വർഷം മണ്ഡലം തുടങ്ങിയ ശേഷമുള്ള കനത്ത മഴ. വ്യാഴാഴ്ച രാവിലെ മുതൽ 8:30 മുതൽ 27 മണിക്കൂർ സന്നിധാനത്ത് പെയ്തത് 68 മില്ലിമീറ്റർ മഴ. ഇത് ഇക്കാലയളവിലെ ഏറ്റവും കൂടിയ മഴയാണ്. കനത്ത മഴയിലും 70,776 ഭക്തർ ഇന്നലെ ശബരിമല ദർശനം നടത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പ, ത്രിവേണി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നദികൾ ഇറങ്ങുന്നതിനും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കൂട്ടബലാത്സംഗം, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ഉത്തർപ്രദേശിലെ BJP MLA ഹരീഷ് ഷാക്കയും സഹോദരനും മരുമകനടക്കം 15 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക MP MLA കോടതി നിർദ്ദേശിച്ചു. ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ഇരയുടെ ഭർത്താവ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ടതിനു ശേഷമാണ് അഡീഷണൽ ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. പുഷ്പ 2 സിനിമയുടെ പ്രദർശനങ്ങൾ തിയേറ്ററിന്റെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത നടൻ അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. കേസിൽ പോലീസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും കോടതി ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. 50,000 രൂപയും ആൾജാമ്യവുമാണ് ജാമ്യ വ്യവസ്ഥ. പുഷ്പ 2 റിലീസ് തിയേറ്ററിലെത്തുമെന്ന് അല്ലു അർജുൻ പോലീസിനെ അറിയിച്ചിരുന്നതായി അവകാശപ്പെടുന്ന കത്ത് വൈറൽ. സന്ധ്യ തിയേറ്റർ സന്ദർശിക്കാൻ അല്ലു അർജുൻ അനുവാദം ചോദിച്ചില്ല എന്നും അതുകൊണ്ടാണ് ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതെന്നും എന്നതായിരുന്നു പോലീസിന്റെ വാദം. നടൻ അല്ലു അർജുന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി MLAയും BRS നേതാവുമായ KT രാമറാവു. കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാമറാവുവിന്റെ പ്രതികരണം. ഭരണകർത്താക്കളുടെ അക്ഷരാവസ്ഥ അതിന്റെ പരകോടിയിലെത്തിയതിന്റെ ഉദാഹരണമാണ് പുതിയ സംഭവമെന്നും KT രാമറാവു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ വിദേശികൾക്ക് തരപ്പെടുത്തി കൊടുക്കുന്ന റാക്കറ്റ് ഡൽഹി പോലീസിന്റെ പിടിയിലായി. വിവിധ രാജ്യക്കാരായ 42 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായ 21 പേർ ഏജന്റുമായി പ്രവർത്തിച്ചുള്ളതാണ്. മറ്റുള്ളവർ യാത്രക്കാർ. ഇവരിൽ 13 പേർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. അനധികൃതമായി വിദേശയാത്ര ചെയ്യുന്നതിനാണ് ഇവരെല്ലാം വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയെന്നും പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ ഏജന്റുമാരിൽ 9 പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. അധികാരമേറ്റാലുണ്ട് അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. 12,000 ഇന്ത്യക്കാരെ ഇത് ബാധിക്കും. നാടുകടത്തലുമായുള്ള മുൻനിൽക്കുമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. കൂടുതലും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഉള്ളവരാണ്. വിദേശത്ത് ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.